നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയെ അനുസരിക്കാൻ നടത്തുന്ന സമ്മർദ്ദത്തിന് ഒരിക്കലും വഴങ്ങില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രസ്താവനയിലൂടെയാണ് ആയത്തുള്ള അലി ഖമനേയി തന്റെ നിലപാട് ഉറക്കെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഒമാൻ മധ്യസ്ഥതയിൽ യുഎസുമായി നടത്തുന്ന ആണവ ചർച്ച ജൂണിൽ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. യൂറോപ്യൻ വൻ ശക്തികളുമായി ചർച്ച വീണ്ടും തുടങ്ങാമെന്ന് ഇറാൻ സമ്മതിച്ചതിന് പിന്നാലെയാണ് ഖമനേയിയുടെ പുതിയ പ്രഖ്യാപനം. ആണവ വിഷയത്തിൽ യുഎസിന് ഇറാൻ വഴങ്ങില്ലെന്നും നേരിട്ട് ചർച്ചയില്ലെന്നും ഖമനേയി പ്രതികരിച്ചു. അവർക്ക് ഇറാൻ യുഎസിന് വിധേയമാകണം. ഇത്തരം തെറ്റിദ്ധാരണയുള്ളവർക്കെതിരെ ഇറാനിയൻ ജനത തങ്ങളുടെ മുഴുവൻ ശക്തിയോടുകൂടി നിലകൊള്ളും, പ്രതിരോധിക്കും എന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. യുഎസുമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്താൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവർ പുറംമോടികൾ മാത്രമാണ് കാണുന്നതെന്നും യുഎസുമായുള്ള പ്രശ്നം പരിഹരിക്കാനാവാത്തതാണെന്നും ഖമനേയി തുറന്നടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അമേരിക്കയുമായി ഇനി ഇറാൻ ചേർന്ന് പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായി ഇതോടെ കടുത്ത നടപടികളിലേക്ക് ഇറാൻ കടന്നിരിക്കുകയാണ്. സംഘർഷകാലത്ത് തങ്ങളെ സഹായിക്കുന്നതിന്റെ പേരിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനാണ് ഇറാന്റെ നിലവിലെ തീരുമാനം. ഇറാൻ പാർലമെന്റ് നേരത്തെ തന്നെ പാസാക്കിയ തീരുമാനം ഗാർഡിയൻ കൗൺസിൽ കൂടി അംഗീകരിച്ചിട്ടുണ്ട്. ഇതോടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുക എന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ ഇനി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഒരു തരത്തിലുമുള്ള സഹകരണവുമില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. സഹകരണം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതോടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രതിനിധികൾക്ക് ഇനി ഇറാനിൽ പ്രവേശിക്കാനോ പരിശോധനകൾ നടത്താനോ സാധിക്കില്ല. ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മോണിറ്ററിംഗ് ക്യാമറകൾ നീക്കം ചെയ്യാനും ഇറാൻ തീരുമാനിച്ചു. ഇസ്രായേലുമായുള്ള വെടിനിർത്തലിന് തൊട്ടു മുൻപാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കാൻ ഇറാൻ പാർലമെന്റ് തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. വെടിനിർത്തലിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ തീരുമാനവുമായി മുന്നോട്ടു പോകാൻ ഇറാൻ പാർലമെന്റ് ശുപാർശ നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഗാർഡിയൻ കൗൺസിലും തീരുമാനം ശരിവെച്ചത്. ഗാർഡിയൻ കൗൺസിൽ കൂടി തീരുമാനം അംഗീകരിച്ചതോടെ വൈകാതെ തന്നെ ഇത് നിയമമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിച്ച സാഹചര്യത്തിൽ ഇറാനുമായി അമേരിക്ക അടുത്തയാഴ്ച ചർച്ച നടത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങളും തമ്മിൽ ആണവ കരാറിൽ ഒപ്പുവയ്ക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അടുത്തയാഴ്ച ചർച്ച ഉണ്ടാകുമെന്ന വിവരം നെതർലാൻഡ്സിൽ നടന്ന നാറ്റോ യോഗത്തിനിടെ ട്രംപ് തന്നെയാണ് സൂചന നൽകിയത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാനുള്ള 2015 കരാറിൽ നിന്ന് ട്രംപ് ആദ്യം പ്രസിഡന്റായ കാലത്ത് അമേരിക്ക പിന്മാറിയിരുന്നു. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതിനിടെ യുഎസ് ആക്രമണത്തിൽ ഫോർദോ അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗേയി രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ നാശനഷ്ടത്തിന്റെ തോത് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. അതിനിടെ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഇറാൻ വിജയം നേടിയെന്ന് അവകാശപ്പെട്ട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി നേരത്തെ രംഗത്തെത്തിയിരുന്നു. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം രാജ്യത്തെ ആദ്യമായി അഭിസംബോധന ചെയ്യവെയാണ് ഖമനേയി യുദ്ധത്തിൽ ഇറാന്റെ വിജയം അവകാശപ്പെട്ടത്. ഇസ്രായേൽ തകർക്കപ്പെടുമെന്ന ഘട്ടത്തിലാണ് അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടതെന്നും അവർക്കും ഒന്നും നേടാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇസ്രായേലിനൊപ്പം അമേരിക്കയുടെ മുഖത്തേറ്റ കനത്ത അടിയാണ് ഇറാൻ നൽകിയതെന്നും ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ ആയത്തുള്ള ഖമനേയി വ്യക്തമാക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.